ഹായ് ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു സിമ്പിൾ ഓണം ഗെറ്റ് റെഡി വിത്ത് മീ ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് എൻ്റെ കയ്യിൽ അധികം സാധനങ്ങളൊന്നുമില്ല, സംഭവങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാം റീപർച്ചേസ് ചെയ്തിട്ട് വേണം. അപ്പോൾ ആ ഒരു ഇത്തിരി ഐറ്റംസ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഓണത്തിന് സിമ്പിളായിട്ട് ഒരുങ്ങാമെന്നാട്ടോ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓണമൊക്കെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ സീരീസ് പോലെ നമുക്ക് ചെയ്തിടാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ പല പല ലുക്കുകളായിട്ട് ചെയ്തിടാം. ഫസ്റ്റ് തന്നെ നമുക്കൊരു സിറോൺ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ സ്ഥിരം ഇടുന്ന സിറോണ് എല്ലാ വീഡിയോസിലും കാണാം. ഇതിന് മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റും. ഹിമാലയയുടെ ടെർമറിക് ഫേസ് കൊണ്ട് ഞാൻ യൂസ് ചെയ്യൽ. വേറെ ഞാനൊരു സിറോം ഇപ്പോൾ യൂസ് ചെയ്യലില്ല. ഇപ്പം എന്നല്ല, കൂടുതലും എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയാം, ഇത് ഇറങ്ങിയപ്പോൾ തൊട്ട് ഞാനിത് തന്നെയാണ് യൂസ് ചെയ്യൽ. പിന്നെ ഇത് എപ്പോഴും ഞാൻ യൂസ് ചെയ്യാറില്ല, അത് വേറെ കാര്യം. അങ്ങനെ സിറം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കഴുത്തിലും നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി വേണ്ടത് നമ്മൾ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല വലിയ കാര്യമായിട്ട്. ഫോക്സ്ടെയിലിൻ്റെ ഈ ഒരു സൺസ്ക്രീനാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഇന്നിപ്പോൾ ഞാൻ ഇതിട്ട് പുറത്ത് പോകണില്ലെങ്കിലും നമ്മൾ സൺസ്ക്രീൻ ഇടണമെന്നാണ്. പിന്നെ എനിക്ക് എപ്പോഴും ഫേസിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറ്റിയിരുന്നാലേ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് എല്ല് അകത്തിരിക്കുമ്പോൾ അപ്ലൈ ചെയ്യാറില്ല. ഒന്നിനും ഞാൻ പുറത്തിറങ്ങൂല കേട്ടോ. ഇപ്പോൾ അങ്ങനെ വെയിലും ഇല്ല, UV റേസ് അടിക്കുമെന്നാണ് സൺസ്ക്രീൻ ഇട്ടില്ലെങ്കിൽ. പക്ഷെ എന്നാലും എനിക്കെന്തോ ഒരു ഇറിറ്റേഷൻ ഫീലാണ് കേട്ടോ. നമ്മൾ സൺസ്ക്രീൻ വെറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ നല്ലപോലെ വെറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി വെറ്റേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യണില്ല. സിമ്പിൾ മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് നമ്മളിതിൽ യാർട്ടിലാണ് യൂസ് ചെയ്യണത്. ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ്. പിന്നെ BB ക്രീം ഉണ്ട്. BB ക്രീം ഒന്നും ഞാൻ ഇടണില്ല. ഇതേ പൗഡർ എടുത്തിട്ടുണ്ട്. ടാൽക്കം പൗഡർ ഏതായാലും കുഴപ്പമില്ല. നമ്മളിത് നല്ലപോലെ ഫേസിലിങ്ങനെ. ഇനി നമുക്ക് ജസ്റ്റ് ഐ ഷാഡോ ചെയ്ത് കൊടുക്കാം. ഐ ഷാഡോ ചെയ്യാനായിട്ട് നമ്മൾ ഓണത്തിൻ്റെയൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് പിങ്കാണ്. അപ്പോൾ നമുക്ക് പിങ്ക് തന്നെ യൂസ് ചെയ്യാം. കാരണം ഇച്ചിരി എടുത്ത് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യണതും പിങ്കാണ്. കണ്ണിൻ്റെ മേളിൽ ഇങ്ങനെ ബ്രഷൊന്നും ഞാൻ യൂസ് ചെയ്യണില്ല കേട്ടോ. ബ്രഷ് ഉണ്ട്, ഐ ഷാഡോ ഒക്കെ വരെ ബ്രഷ് ഉണ്ട്. പിന്നെ മേക്കപ്പിനൊന്നും ഞാൻ ബ്രഷൊന്നും മേടിക്കാറില്ല, കാരണം എനിക്ക് എപ്പോഴും കൈ തന്നെയാണ് ഇഷ്ടം. ഈ ഐ ഷാഡോ പാലറ്റ് തരിപ്പണമായി. ഇത് എന്തിൻ്റെയാണെന്ന് വെച്ചാൽ പ്രോ ഐ ഷാഡോ, ഇൻസൈറ്റിൻ്റെ പ്രോ ഐ ഷാഡോ പാലറ്റാട്ടോ അത്. ഇത് തള്ളി തരിപ്പണമായി നിലത്ത് വീണ് എൻ്റെ കയ്യിൽ നിന്ന്. അയ്യോ. ഇനി നമുക്ക് വേണ്ടത് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കാം. ലിപ്പ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാഴ്സിൻ്റെ ഒരു ലിപ്പ് ലൈനറാണ് യൂസ് ചെയ്യേണ്ടത്. 06 എന്നാണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഐ ഷാഡോ ചെയ്തു, ലിപ്പ് ലൈൻ ചെയ്തു. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. ലിപ്സ്റ്റിക് ഇടാനായിട്ട് നമ്മളിവിടെ മിലാപ്പിൻ്റെ ഒരു ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഈ റെഡ് ഷെയ്ഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് റെഡ് ഷെയ്ഡ് മാത്രം ഇട്ടിടുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഒരു സൈസ് നമ്മുടെ വൈൻ റെഡ് പോലത്തെ കളറാണ് എനിക്കിഷ്ടം. അതോടെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. ഓക്കെ, റെഡ് ഷെയ്ഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷെയ്ഡ് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു വൈൻ റെഡ് ഷെയ്ഡ് കിട്ടും കേട്ടോ. ഓക്കെ, നമ്മൾ ലിപ്സ്റ്റിക്ക് ഈ ഒരു ഷെയ്ഡ്
ആക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണ് ഐലൈനർ ചെയ്ത് കൊടുക്കാം. എനിക്ക് ഫോണിൽ നോക്കി എഴുതാൻ അറിയില്ല, എന്നാലും മാക്സിമം നമുക്ക് ഫോണിൽ തന്നെ നോക്കി എഴുതാം. ഞാൻ ഇൻസൈറ്റിൻ്റെ തന്നെ ഐലൈനറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ആക്ച്വലി വലിയ കാര്യമായിട്ട് ഇപ്പോൾ ഐലൈനർ ഞാൻ എഴുതാറില്ല, കുഞ്ഞു കണ്ണായതുകൊണ്ട് നമുക്ക് ചേരത്തില്ലല്ലോ. അപ്പോൾ ഗൈസ് ജസ്റ്റ് ഞാനൊന്ന് ഐലൈനർ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് നോർമൽ രീതിയിലാണ് എഴുതിയിട്ടുള്ളൂ. വെറുതെ ചെറിയൊരു വിങ് ഇട്ടിട്ട് എഴുതി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അടിയിൽ ഞാൻ അങ്ങനെ അധികം എഴുതാറില്ല. വല്ലപ്പോഴും എഴുതും, തോന്നി എഴുതും, പക്ഷെ അങ്ങനെ എഴുതാറില്ല. നമുക്ക് ഇനി മസ്കാര ഇട്ട് കൊടുക്കാം. ഡാസിലറിന് മസ്കാര ആയിട്ട് ഇട്ട് കൊടുക്കുന്ന എല്ലാം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ബഡ്ജറ്റ് ഒരുപാടായിട്ട് വരുന്ന ഒരു ഐറ്റംസ് ഞാൻ യൂസ് ചെയ്യുന്നില്ല. സത്യത്തിൽ അതില്ല. ഡാസിലറിൻ്റെ ഐലൈനർ അല്ല, ഡാസിലറിൻ്റെ മസ്കാര ആയിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു മസ്കാര വന്നത് ഡാസിലറിൻ്റെ മസ്കാരയാണ് കേട്ടോ. ഇത് ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു 250 രൂപ, 200 രൂപ താഴെ എന്തോന്ന് ഇതിന് റേറ്റ് വരുന്നുള്ളൂ. ഞാൻ യൂസ് ചെയ്തേക്കുന്ന എല്ലാ പ്രൊഡക്റ്റും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്രൊഡക്ട്സ് ആട്ടോ. ഇൻസൈറ്റിൻ്റെ ആണെങ്കിലും മാസിൻ്റെ ആണെങ്കിലും എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഒരുപാട് റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. ഇനി നമുക്കൊരു പൊട്ട് വെച്ച് കൊടുക്കാം. പൊട്ടില്ലാണ്ട് എന്ത് ഓണം. അപ്പോൾ ഒരു കുഞ്ഞി പൊട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ത്രെഡ് ചെയ്തിട്ടില്ല ഗൈസ്, ഈ ത്രെഡ് ചെയ്യണം. ഓക്കെ, പൊട്ടും വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ ഇത് കഴിഞ്ഞു. പിന്നെ കവളൊന്ന് ചുവക്കണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല, കാരണം ഞാൻ 2 ചിരി ചോദിച്ചാൽ ചുമക്കും. പക്ഷെ വീഡിയോയിൽ അറിയണ്ടേ, കുറച്ച് ഇങ്ങനെ ഇട്ടെടുക്കാം. ബ്ലഷ് അല്ലാട്ടോ ഇട്ടേക്കുന്ന, ലിപ്സ്റ്റിക് വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് ചുമപ്പിച്ച് കൊടുക്കണതാണ്. വളരെ ക്യൂട്ടായിരിക്കും. ഓവറായിട്ട് ഫീൽ ചെയ്യും. കവർ ചുമക്കുന്ന ടൈമിൽ ഇത് ഓവറായിട്ട് ഫീൽ ചെയ്യും, ഇല്ലെങ്കിൽ ഓക്കെ ആണ്. അപ്പോൾ നമ്മുടെ ഫേസ് ഏകദേശം ഓക്കെ ആയി. ഇനി ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചീപ്പ് എടുത്തിട്ട് വേണ്ടി. അപ്പോൾ ഗൈസ് നമ്മുടെ ഏകദേശം ഞാൻ സാരിയൊക്കെ കൊടുത്ത് ബ്ലൗസൊക്കെ ഇട്ട് സെറ്റായി. ഇനി നമുക്ക് ഹെയർ സ്റ്റൈലാണ് ചെയ്യാനുള്ളത്. ഇത് ജസ്റ്റ് നമുക്ക് സെൻറ്റർ പാർട്ടീഷൻ എടുക്കണം. സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇച്ചിരി മുടി എടുക്കുക, പിരിക്കുക. അടുത്തത് ഇവിടെ നിന്ന് എടുക്കുക, പിരിക്കുക. ഇവിടെ ഇങ്ങനെ സെക്യൂർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സൈഡ് പോലെ തന്നെ ഈ സൈഡ് ചെയ്ത് കൊടുക്കുക. ഷോർട്ട് ഹെയർ ഉള്ളവർക്കൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാട്ടോ ഇത്. ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും എടുക്കുക, ട്വിസ്റ്റ് ചെയ്യുക, എടുക്കുക, ട്വിസ്റ്റ് ചെയ്യുക, എടുക്കുക, ട്വിസ്റ്റ് ചെയ്യുക, എടുക്കുക, ട്വിസ്റ്റ് ചെയ്യുക. ഇവിടെ നിന്ന് ചേർക്കുക, ട്വിസ്റ്റ് ചെയ്യുക. ഇങ്ങനെ തിരിച്ച് ഇവിടെ കൊണ്ടുവരാം. സൈഡ് ഓക്കെ.
അപ്പൊ നമ്മുടെ ഹെയർ സ്റ്റൈൽ ഇതേ ഇത്രേ ഉള്ളൂ. ആർക്കും വേണമെങ്കിലും സിമ്പിളായിട്ട് ആർക്കും വേണമെങ്കിലും ചെയ്യാൻ പറ്റിയൊരു ഹെയർ സ്റ്റൈലാണ്. ജസ്റ്റ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടേക്ക് ഇങ്ങനെ പൊക്കി കൊടുക്കാം കേട്ടോ, ചെറുതായിട്ട്. അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും. ഇപ്പൊ നമ്മുടെ ഓണം മേക്കപ്പ് ലുക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം നല്ല രീതിക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഓർണമെന്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓർണമെന്റ്സ് എടുത്തിട്ട് അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ഓർണമെന്റ്സ് സെറ്റ് ചെയ്യാനുണ്ട്. ജസ്റ്റ് 2 കയ്യിലും 2 നോർമൽ വള വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കുപ്പിവളയൊന്നും ഇല്ല, കുപ്പിവളയൊക്കെ ഇനി മേടിച്ചിട്ട് വേണം. ഓണത്തിന്റെ സീസൺ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇച്ചിരി പർച്ചേസും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങാനുണ്ട് ഓണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം നിലവിൽ ഉള്ളത് വെച്ച് നമുക്ക് ഓണം പോലെ ആവാം. അപ്പോൾ ഞാൻ ഇടുന്നത് ഈ ഒരു മാലയാണ് കേട്ടോ. കാണുന്നുണ്ടോ? ജസ്റ്റ് ഇൻവിസിബിൾ ചെയിനിൽ ഇങ്ങനെ ലോക്കറ്റ് വരുന്ന ഈ ഒരു മാല. മാല ഇങ്ങനത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള മാലയാണ് ഇട്ട് ഇടുന്നുള്ളൂ. ഇനി നമ്മൾ ഇയറിങ്സ് ആണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു കഴിഞ്ഞ ഓണത്തിന് മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇയറിങ്സ് ആണ്. കാണുന്നുണ്ടോ? കാണുന്നില്ലെങ്കിൽ കാതിലിട്ട് കാണിക്കാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. അപ്പം അതിൻ്റെ ഒപ്പം നമ്മൾ മാട്ടിയും കൂടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ മാട്ടിയും കൂടി ഇട്ട് കൊടുക്കാം. മാട്ടിയും കൂടി ഇട്ടാലാണല്ലോ ഒരു ഭംഗി വരിക. മാട്ടിയൊന്നും എല്ലാവരുടെയും ഉണ്ടാവില്ല. അപ്പോൾ ഉള്ള ഓർണമെന്റ്സ് വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മുടെ ഓണം ഗെറ്റ് റെഡി വിത്ത് മീ അല്ലെങ്കിൽ ഓണം ലുക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്കാണ്. വലിയ ആർഭാടവും കാര്യങ്ങളൊന്നുമില്ല. ഈ മാട്ടി ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി ഇത്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഓണം ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഹെയർ സ്റ്റൈലൊക്കെ ഭയങ്കര സിമ്പിളാണ്. നല്ല മിനിമൽ ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു മിനിമൽ ആയിട്ടുള്ളൊരു ലുക്കാണ് കേട്ടോ. ഹെയർ സ്റ്റൈൽ ആണെങ്കിലും സാരി ഡ്രാപ്പിംഗ് ആണെങ്കിലും, സാരി ഡ്രാപ്പിംഗ് ഞാൻ സെറ്റ് മുണ്ടാണ് എടുത്തിട്ടുള്ളത്. മിനിമൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ്. അതേപോലെ തന്നെ സിമ്പിൾ ഹെയർ സ്റ്റൈല്, ഓർണമെന്റ്സ് ആണെങ്കിലും മിനിമൽ ആയിട്ടുള്ള ഓർണമെന്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഏതൊരു സാധാരണക്കാർക്കും ബിഗിനേഴ്സിനും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഓണം ലുക്കാണ്. പൂവിന്റെ ഒരു ചെറിയൊരു കുറവുണ്ട്, അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ നികത്തിയേക്കാം. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ അടുത്തൊരു ഓണം ലുക്കായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പൊ ഇത് സീരീസ് പോലെ ചെയ്യാനാണ് എനിക്കൊരു ഇൻട്രസ്റ്റ് വന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് സീരീസ് ആണ്. അപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ ഓരോ സീരീസ് ആയിട്ട് ഞാൻ ഹെയർ സ്റ്റൈൽ ആണെങ്കിലും ലുക്ക് ആണെങ്കിലും കാണിച്ചു തരാം കേട്ടോ. പിന്നെ ധാവണി സെറ്റോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഡ്രസ് കോമ്പോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരാം. അപ്പൊ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ടാറ്റാ.